ഡൽഹിയിലെ ആ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ 4-ാം നിലയിലെ ഐസിയു വരാന്തയിൽ മീര ശർമ്മ തളർന്നിരിക്കുകയായിരുന്നു. ആശുപത്രിയാകെ പടർന്നുപിടിച്ച മരുന്നുകളുടെയും ഫിനൈലിന്റെയും രൂക്ഷഗന്ധം അവളുടെ ശ്വാസത്തെപ്പോലും മുട്ടിച്ചുകൊണ്ടിരുന്നു. വായുവിൽ ഉയർന്നു കേൾക്കുന്ന മെഡിക്കൽ യന്ത്രങ്ങളുടെ ബീപ് ശബ്ദങ്ങളും എങ്ങുനിന്നോ കേൾക്കുന്ന ആളുകളുടെ നിശബ്ദമായ വിതുമ്പലുകളും അവളുടെ ഉള്ളിലെ ഭയം ഇരട്ടിയാക്കി. വലിയ ആ ചില്ലുവാതിലിലൂടെ അവൾ ഉള്ളിലേക്ക് നോക്കി. അവിടെ വലിയ വലിയ യന്ത്രങ്ങളുടെയും പൈപ്പുകളുടെയും നടുവിൽ അവളുടെ അച്ഛൻ പണ്ഡിറ്റ് രാമകാന്ത് ശർമ്മ ജീവനുവേണ്ടി മല്ലിടുകയാണ്. ഒരു ഓക്സിജൻ മാസ്കിനുള്ളിൽ അദ്ദേഹത്തിന്റെ ശ്വാസം നേർത്തുവരുന്നതും നെഞ്ച് താഴ്ന്നു പോകുന്നതും അവൾ വലിയ വേദനയോടെയാണ് കണ്ടുനിന്നത്. തന്റെ ലോകം മുഴുവൻ ആ കിടക്കയിൽ കിടക്കുന്ന വൃദ്ധനാണ്. അമ്മ മരിച്ചതിനുശേഷം തനിക്ക് ആകെയുണ്ടായിരുന്ന ഒരേ ഒരു തണൽമരം. കുറച്ചു മുൻപ് ഡോക്ടർ മാഥൂർ പറഞ്ഞ കടുത്ത വാക്കുകൾ ഒരു വജ്രായുധം പോലെ അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ അവളുടെ തോളിൽ കൈവച്ചാണ് ആ സത്യം പറഞ്ഞത്. മീര, നിന്റെ അച്ഛന്റെ 2 കിഡ്നികളും പൂർണ്ണമായി തകരാറിലാണ്. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 20 ലക്ഷം രൂപ ഹോസ്പിറ്റൽ കൗണ്ടറിൽ കെട്ടിവെച്ചില്ലെങ്കിൽ പിന്നീടൊന്നും ചെയ്യാൻ കഴിയില്ല. സമയം വൈകുന്തോറും അദ്ദേഹത്തിന്റെ ജീവൻ കൂടുതൽ അപകടത്തിലാകും. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയൂ. ബാക്കി പണത്തിന്റെ കാര്യമാണ്. അതെത്രയും വേഗം റെഡിയാക്കാൻ നോക്കൂ. 20 ലക്ഷം രൂപ. ഒരു സാധാരണ ക്ഷേത്രത്തിലെ പുജാരിയുടെ മകൾക്ക് ആ തുക ഒരു വലിയ മല പോലെയാണ് തോന്നിയത്. അച്ഛൻ തന്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഐശ്വര്യത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ടും സ്വന്തം ജീവൻ നിലനിർത്താൻ ഇന്നു പണത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. മീര കൈവശമുണ്ടായിരുന്ന അച്ഛന്റെ മെഡിക്കൽ ഫയൽ നെഞ്ചോട് ചേർത്തുപിടിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല, മറിച്ചു ഭയാനകമായ ഒരു വരൾച്ചയായിരുന്നു. അച്ഛനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവളുടെ ഓരോ കോശങ്ങളിലും വലിയ വിറയലുണ്ടാക്കി. ഉള്ളിലൊരു വലിയ കൊടുങ്കാറ്റടങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ തുക കണ്ടെത്തണം. അതിനായി ആരുടെ മുന്നിൽ കൈനീട്ടാനും അവൾ തയ്യാറായിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. കടുത്ത വെയിലിലേക്ക് നടന്ന അവൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പാഞ്ഞു. പരിചയമുള്ള എല്ലാവരുടെയും വാതിലുകളിൽ അവൾ ചെന്നുമുട്ടി. തങ്ങളെ സഹായിക്കാൻ മടിയുണ്ടാകില്ലെന്ന് കരുതിയ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അച്ഛൻ വലിയ രീതിയിൽ പൂജകളും കർമ്മങ്ങളും നടത്തിക്കൊടുത്തിരുന്ന വലിയ വലിയ തറവാടുകാർ, എല്ലാവരുടെയും മുന്നിൽ അവൾ കൈകൂപ്പി കരഞ്ഞു പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് വലിയ സഹതാപമുണ്ടായിരുന്നു. പക്ഷെ ആരും പണം തന്ന് സഹായിക്കാൻ മുന്നോട്ടു വന്നില്ല. ഇത്രയും വലിയ തുക ഈ ചെറിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കും മീര? ഞങ്ങളുടെ കയ്യിലും ഇപ്പോൾ അത്രയും പണമില്ല. മാത്രമല്ല ബാങ്ക് ലോൺ കിട്ടാനും സമയമെടുക്കും എന്ന ചോദ്യം മാത്രമാണ് എല്ലായിടത്തുനിന്നും ഉയർന്നത്. സമയം മൺതരികൾ പോലെ അവളുടെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുകയായിരുന്നു. മൊബൈൽ ഫോണിലെ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ അവളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. ഒടുവിൽ പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ, സ്വന്തം നിസ്സഹായാവസ്ഥയോട് പൊരുതി മടുത്തപ്പോൾ അവളുടെ മനസ്സിൽ ഒരു പേര് തെളിഞ്ഞു: വിക്രം സിംഘാനിയ. സിംഘാനിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ യുവ അധിപൻ, കോടീശ്വരനായ ബിസിനസ്സുകാരൻ. വർഷങ്ങൾക്ക് മുൻപ് കോളേജ് കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ജോലി അഭിമുഖത്തിനായി അവൾ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അന്ന് യോഗ്യതയുണ്ടായിട്ടും അനുഭവപരിചയമില്ലാത്തതിന്റെ പേരിൽ അയാൾ അവളെ ക്രൂരമായി മാറ്റി നിർത്തിയിരുന്നു. അന്ന് അഹങ്കാരവും ഗർവവും തലയ്ക്ക് പിടിച്ച ആ മനുഷ്യന്റെ മുന്നിലേക്ക് വീണ്ടും മടങ്ങാൻ അവൾക്ക് വലിയ ഭയമായിരുന്നു. പക്ഷെ അച്ഛന്റെ ജീവൻ ആ ഭയത്തേക്കാൾ എത്രയോ മുകളിലായിരുന്നു. മറ്റെല്ലാ വഴികളും അടഞ്ഞ സ്ഥിതിക്ക് അയാളുടെ മുന്നിൽ ചെന്ന് യാചിക്കുകയല്ലാതെ മീരയ്ക്ക് മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. മീര സിംഘാനിയ ടവറിനു മുന്നിലെത്തി. ആകാശം മുട്ടി നിൽക്കുന്ന ആ കൂറ്റൻ കെട്ടിടം അവളുടെ നിസ്സഹായാവസ്ഥയെ നോക്കി പരിഹസിക്കുന്നതായി അവൾക്ക് തോന്നി. വെയിലിൽ വാടിത്തളർന്ന മുഖവും വിയർത്തൊട്ടിയ മുടിയുമായി അവൾ വിയർത്ത് വിറച്ച് സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് വിക്രം സാറിനെ കാണണം. ദയവായി എന്നെ ഉള്ളിലേക്ക് വിടൂ. അതെന്റെ അച്ഛന്റെ ജീവന്റെ കാര്യമാണ്. വളരെ അടിയന്തരമാണ്. ഗാർഡ് അവളെ അവളുടെ സാധാരണ വസ്ത്രവിധാനം കണ്ട് പുച്ഛത്തോടെ നോക്കി പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല. സർ ഇപ്പോൾ വിദേശ പ്രതിനിധികളുമായി വലിയൊരു മീറ്റിംഗിലാണ്. നീ ഇവിടെ നിന്ന് മാറൂ. വെറുതെ ശല്യമുണ്ടാക്കരുത്. അവൾ അവിടെ തന്നെ നിന്നു. കാലുകൾ തളരുന്നുണ്ടെങ്കിലും മടങ്ങിപ്പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല. മടങ്ങിപ്പോയാൽ അച്ഛന്റെ മരണം ഉറപ്പാണ്. അവൾ വരാന്തയിലെ ഒരു തൂണിൽ ചാരി പ്രാർത്ഥനയോടെ നിന്നു. പെട്ടെന്നൊരു വലിയ കറുത്ത BMW കാർ പോർച്ചിൽ വന്നു നിന്നു. ഗാർഡുകാരെല്ലാവരും ബഹുമാനത്തോടെ സല്യൂട്ടടിച്ചു. കാറിന്റെ വാതിൽ തുറന്ന് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ആത്മവിശ്വാസത്തോടെ വിക്രം സിംഘാനിയ പുറത്തിറങ്ങി. മീര സർവശക്തിയും സംഭരിച്ച് ഗാർഡുകാരുടെ കൈകളിൽ നിന്ന് കുതിരിമാറി അയാളുടെ അടുത്തേക്ക് ഓടി.
സെക്യൂരിറ്റി ജീവനക്കാർ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "സാർ, എന്റെ അച്ഛൻ മരണക്കിടക്കയിലാണ്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ദയവായി ഒന്ന് കേൾക്കൂ സാർ. എന്നെ ഓർമ്മയില്ലേ?" വിക്രം ഒന്നു നിന്നു. തിരിഞ്ഞുനിന്ന് തന്റെ കൂളിംഗ് ഗ്ലാസ് പതുക്കെ മാറ്റി അയാൾ അവളെ നോക്കി. ആ കനത്ത നോട്ടത്തിൽ യാതൊരു ദയയും ഉണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിനു മുന്നിൽ തടസ്സം നിൽക്കുന്ന ഒരു അപരിചിതയെ കാണുന്ന ഭാവം മാത്രമായിരുന്നു അയാളുടെ മുഖത്ത്. ഒരു വലിയ ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്ന ലാഘവത്തിലാണ് വിക്രം മീരയെ നോക്കിയത്. അവളുടെ കണ്ണുകളിലെ പേടിയോ നിസ്സഹായാവസ്ഥയോ അയാളെ ഒട്ടും ബാധിച്ചില്ല. "നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇതെന്റെ ഓഫീസ് സമയമാണ്. എന്നെ ശല്യം ചെയ്യാതെ ഇവിടെ നിന്നും മാറണം," വിക്രം വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. മീര 2 കൈകളും കൂപ്പി അയാളുടെ മുന്നിൽ അപേക്ഷിച്ചു. "ഞാൻ മീര ശർമ്മയാണ് സാർ. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരുന്നു. എനിക്കിപ്പോൾ അടിയന്തരമായി 20 ലക്ഷം രൂപ വേണം. എന്റെ അച്ഛന്റെ ഓപ്പറേഷനു വേണ്ടിയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോകും. പകരമായി ഞാൻ എന്ത് ജോലിയും ചെയ്യാം സാർ. നിങ്ങളുടെ ഓഫീസിലെ തറ തുടയ്ക്കാനോ ഫയലുകൾ അടുക്കാനോ എനിക്ക് മടിയില്ല. ഓഫീസ് സമയം കഴിഞ്ഞ് എത്ര വേണമെങ്കിലും പണിയെടുക്കാം. ജീവിതകാലം മുഴുവൻ പകരമായി ഞാൻ ഇവിടെ അടിമയെപ്പോലെ ജോലി ചെയ്യാം. എന്റെ അച്ഛൻ, അദ്ദേഹം ICUവിൽ മരണത്തോട് മല്ലിടുകയാണ്. ദയവായി ഒന്ന് സഹായിക്കൂ സാർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല." 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ തന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരയുന്ന ആ പെൺകുട്ടിയെ വിക്രം കുറച്ചുനേരം നിശബ്ദനായി നോക്കി നിന്നു. അയാളുടെ തലയ്ക്കുള്ളിൽ ആ സമയത്ത് ഒരു വലിയ ബിസിനസ് പദ്ധതി മെനയുകയായിരുന്നു. പണത്തിനു വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജീവനെ അയാൾ തന്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. തന്റെ ബിസിനസ് ലോകത്ത് തനിക്കിപ്പോൾ ആവശ്യം ഇങ്ങനെയൊരു പെൺകുട്ടിയെയാണ്. "എന്റെ ഓഫീസിലേക്ക് വരൂ," അയാൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ മീരയുടെ ഹൃദയം ഒരു പക്ഷി ചിറകടിക്കുന്നതുപോലെ പടപടപ്പിച്ചു. അച്ഛന്റെ ശ്വാസം നിലയ്ക്കുമോ എന്ന പേടിയും വിക്രം സിംഘാനിയ എന്താവശ്യപ്പെടുമെന്ന ആശങ്കയും അവളെ വരിഞ്ഞുമുറുക്കി. അയാളുടെ ആഡംബരം പൂർണ്ണമായ ക്യാബിനിലേക്ക് കടക്കുമ്പോൾ അവിടെ തളം കെട്ടിനിന്ന നിശബ്ദത അവളെ ശ്വാസം മുട്ടിച്ചു. പുറത്തെ കടുത്ത വെയിലിൽ നിന്ന് വന്ന അവൾക്ക് ആ ശീതീകരിച്ച മുറി ഒരു മോചനമായിരുന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു തടവറയായിരുന്നു. വലിയ കസേരയിൽ ഗമയോടെ ഇരുന്ന വിക്രം തന്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന മീരയെ ഒരു ചെറിയ പുച്ഛച്ചിരിയോടെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ദയയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു കച്ചവടക്കാരന്റെ ലാഭക്കണ്ണുകൾ മാത്രമായിരുന്നു അയാളുടെ മുഖത്ത്. "മിസ് മീര ശർമ്മ, നിങ്ങൾ ചോദിച്ച തുക 20 ലക്ഷമാണ്. അതൊരു ചെറിയ തുകയല്ല," വിക്രം തന്റെ മേശപ്പുറത്തിരുന്ന ഒരു സ്വർണ്ണ പേന വിരലുകൾക്കിടയിലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ ശബ്ദം കാഠിന്യമേറിയതായിരുന്നു. "ഞാനൊരു ചാരിറ്റി സ്ഥാപനമല്ല നടത്തുന്നത്. ഈ ലോകത്ത് സൗജന്യമായി ഒന്നും ലഭിക്കില്ലെന്ന് നിങ്ങളെപ്പോലെയുള്ളവർ ആദ്യം മനസ്സിലാക്കണം. പണം നൽകാൻ എനിക്ക് മടിയില്ല. കോടികൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനു പകരം എനിക്കെന്ത് ലഭിക്കും? എന്റെ ലാഭമെന്താണ്? ആലോചിച്ചിട്ടുണ്ടോ?" മീരയുടെ തൊണ്ട വല്ലാതെ വരണ്ടുണങ്ങി. അവൾ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി പറഞ്ഞു, "സർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ജോലിയും ചെയ്യാം. നിങ്ങളുടെ ഓഫീസിലെ തറ തുടയ്ക്കാനോ ഫയലുകൾ അടുക്കാനോ എനിക്ക് മടിയില്ല. ഓഫീസ് സമയം കഴിഞ്ഞ് എത്ര വേണമെങ്കിലും പണിയെടുക്കാം. ജീവിതകാലം മുഴുവൻ പകരമായി ഞാനിവിടെ അടിമയെപ്പോലെ ജോലി ചെയ്യാം. എന്റെ അച്ഛൻ, അദ്ദേഹം ICUവിൽ മരണത്തോട് മല്ലിടുകയാണ്. ദയവായി ഒന്ന് സഹായിക്കൂ സാർ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല." വിക്രം കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അയാൾ തന്റെ മുറിയുടെ വലിയ വലിയ ചില്ലുജാലകത്തിനടുത്തേക്ക് നടന്നു. പുറത്ത് ആകാശം മുട്ടിനിൽക്കുന്ന ഡൽഹി നഗരത്തിലെ കെട്ടിടങ്ങളെ നോക്കി അയാൾ തുടർന്നു. "എനിക്ക് ഓഫീസിലെ തറ തുടയ്ക്കാൻ ജോലിക്കാർ ആവശ്യമില്ല മീര. പണം നൽകിയാൽ എനിക്ക് 1000 പേരെ ലഭിക്കും. എനിക്ക് വേണ്ടത് മറ്റൊരു കാര്യമാണ്." അയാൾ പെട്ടെന്ന് തിരിഞ്ഞുനിന്ന് ആ കനത്ത ഫയൽ മേശപ്പുറത്തേക്ക് തട്ടിവിച്ചു. "ഇതൊരു നിയമപരമായ കരാറാണ്. അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾ എന്റെ ഭാര്യയായി ജീവിക്കണം. ലോകത്തിനു മുന്നിൽ നിങ്ങൾ മിസസ് വിക്രം സിംഘാനിയായിരിക്കും." മീര ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ അവൾക്ക് തോന്നി. തന്റെ കാതുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "ഭാര്യയായിട്ടോ സാർ? അതെങ്ങനെ പറ്റും? നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ." "ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കൂ. അമിതമായി ഒന്നും ചിന്തിക്കണ്ട," വിക്രം അവളെ തടഞ്ഞു. "ഇതൊരു പവിത്രമായ വിവാഹബന്ധമൊന്നുമല്ല. വെറും ഒരു ബിസിനസ് കരാർ മാത്രം. എന്റെ ബിസിനസ് സാമ്രാജ്യം വിദേശങ്ങളിലേക്ക് വികസിപ്പിക്കാൻ എനിക്ക് ചില വലിയ നിക്ഷേപകരെ കാണേണ്ടതുണ്ട്. അവർ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന പാരമ്പര്യമുള്ള ബിസിനസ്സുകാരാണ്. അവരിൽ നിന്നും പ്രോജക്റ്റുകൾ കിട്ടാൻ എന്റെ പ്രതിച്ഛിന്ത മെച്ചപ്പെടുത്തണം. ഞാനൊരു കുടുംബസ്ഥനാണെന്ന് അവർക്ക് തോന്നണം. അതിനായി എനിക്കൊരു ഭാര്യ വേണം. 6 മാസം നിങ്ങൾ എന്റെ കൂടെ സിംഘാനിയ ഹൗസിൽ താമസിക്കണം. ലോകത്തിനു മുന്നിൽ നമ്മൾ സന്തോഷവാന്മാരായ ദമ്പതികളായിരിക്കും. എന്നാൽ അടച്ചിട്ട മുറിക്കുള്ളിൽ നമ്മൾ തമ്മിൽ തികച്ചും അപരിചിതരായിരിക്കും. എന്റെ വ്യക്തിജീവിതത്തിൽ ഇടപെടാൻ നിനക്ക് അവകാശമില്ല.
6 മാസം കഴിഞ്ഞാൽ ഈ കരാർ തീരും. നിനക്ക് നിന്റെ വഴിയേ പോകാം. അതിനുശേഷം ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. ആ ക്രൂരമായ യാഥാർത്ഥ്യം മീരയെ പൂർണ്ണമായി തളർത്തി. ICU വാതിലിനു പുറത്ത് പ്രതീക്ഷയോടെയിരിക്കുന്ന അച്ഛന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. മകൾക്കു വേണ്ടി മാത്രം ജീവിച്ച് ആ മനുഷ്യനെ മരിക്കാൻ വിട്ടുകൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ മേശപ്പുറത്തിരുന്ന പേനയെടുത്തു. ആ കരാറിലെ ഓരോ പേജും അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളുടെ മരണപത്രമായി അവൾക്ക് തോന്നി. അവസാന പേജിലെ ഒപ്പിടേണ്ട ഭാഗത്ത് അവൾ തന്റെ പേരെഴുതി. അവളുടെ കണ്ണുകളിൽ നിന്നടർന്നു വീണ ഒരു തുള്ളി കണ്ണുനീർ ആ ഒപ്പിനു മുകളിൽ വീണ് മഷി പടർന്നു. തന്റെ ആത്മാവിനെ വിറ്റതിന്റെ സാക്ഷിപത്രമായിരുന്നു ആ കണ്ണുനീർത്തുള്ളി. കരാർ ഒപ്പിട്ട നിമിഷം തന്നെ വിക്രം തന്റെ അക്കൗണ്ടന്റിനെ വിളിച്ച് പണം ആശുപത്രിയിലേക്ക് നേരിട്ട് കൈമാറാൻ നിർദ്ദേശിച്ചു. ഇന്ന് രാത്രി തന്നെ ഒരു വണ്ടി നിങ്ങളെ കൊണ്ടുപോകാൻ ആശുപത്രിയിലെത്തും. നിങ്ങളുടെ സാധനങ്ങളുമായി തയ്യാറായിരിക്കണം. വിക്രം കരാർ ഒപ്പിട്ട നിമിഷം തന്നെ വിക്രം തന്റെ അക്കൗണ്ടന്റിനെ വിളിച്ച് പണം ആശുപത്രിയിലേക്ക് നേരിട്ട് കൈമാറാൻ നിർദ്ദേശിച്ചു. ഇന്ന് രാത്രി തന്നെ ഒരു വണ്ടി നിങ്ങളെ കൊണ്ടുപോകാൻ ആശുപത്രിയിലെത്തും. നിങ്ങളുടെ സാധനങ്ങളുമായി തയ്യാറായിരിക്കണം. വിക്രം വളരെ ഔദ്യോഗികമായി പറഞ്ഞു. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മീരയ്ക്ക് തന്റെ ശരീരം ഭാരമില്ലാത്തതുപോലെ തോന്നി. പണം ആശുപത്രിയിലെത്തിയെന്ന സന്ദേശം അവളുടെ ഫോണിൽ വന്നു. അച്ഛൻ രക്ഷപ്പെടുമെന്ന ആശ്വാസം ഒരു വശത്തുണ്ടായിരുന്നെങ്കിലും തന്റെ ജീവിതം ഒരു അജ്ഞാത തടവറയിലേക്ക് നീങ്ങുകയാണെന്ന് അവൾ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. ആഡംബരം നിറഞ്ഞ സിംഗാനിയ ഹൗസ് അവൾക്കൊരു വീടായിരിക്കില്ലെന്നും മറിച്ച് പുറം ലോകത്തിന് കാണാൻ വേണ്ടി സജ്ജീകരിച്ച ഒരു സ്വർണ്ണക്കൂടായിരിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. തന്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ആ പടിവാതിലിനു പുറത്തുപേക്ഷിക്കേണ്ടി വരുമെന്ന സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അച്ഛന്റെ ജീവനായി അവൾ ആ കനൽ വഴിയിലൂടെ നടക്കാനുറപ്പിച്ചു. വിക്രം സിംഗാനിയയുടെ ആഡംബര ഓഫീസ് മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു പുറത്തേക്കിറങ്ങുമ്പോൾ മീരയുടെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒപ്പിട്ട് നൽകിയ ആ കനത്ത ഉടമ്പടിയുടെ പകർപ്പ് അവളുടെ കൈയിലെ ചെറിയ ബാഗിനുള്ളിൽ കിടന്ന് ഒരു കനൽ കട്ട പോലെ അവളെ പൊള്ളിച്ചു. എങ്കിലും ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ അവളുടെ മൊബൈൽ ഫോണിലേക്ക് ആശുപത്രിയിൽ നിന്നും ഒരു പുതിയ സന്ദേശം എത്തിയിരുന്നു. വിക്രം പറഞ്ഞതുപോലെ തന്നെ 20 ലക്ഷം രൂപ അടിയന്തരമായി ആശുപത്രി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പണം ലഭിച്ചതോടെ അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ഡോക്ടർമാർ ആരംഭിച്ചുവെന്ന വാർത്ത അവളുടെ ഉള്ളിൽ പടർന്നുകിടന്ന വലിയൊരു ഭാരത്തെ പകുതിയോളം ഇറക്കിവെക്കാൻ സഹായിച്ചു. സിംഗാനിയ ടവറിന്റെ തണുത്ത മാർബിൾ തറയിലൂടെ നടന്ന് അവൾ പുറത്തെ കഠിനമായ വെയിലിലേക്കിറങ്ങി. ചുട്ടുപൊള്ളുന്ന ആ അന്തരീക്ഷത്തിലും അവളുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു. സ്വന്തം അച്ഛന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം മറ്റൊരാൾക്ക് മുന്നിൽ തന്റെ ജീവിതം 6 മാസത്തേക്ക് പണയം വെക്കേണ്ടി വന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയെ നഗരത്തിലെ ആൾക്കൂട്ടം ശ്രദ്ധിച്ചതേയില്ല. അവൾ വേഗത്തിലൊരു ഓട്ടോറിക്ഷ കൈകാട്ടി വിളിച്ച് തിരികെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. വണ്ടിയുടെ ജനാലയിലൂടെ പുറത്തെ തിരക്കുകളിലേക്ക് നോക്കുമ്പോൾ അവളുടെ കാതുകളിൽ വിക്രം സിംഗാനിയുടെ ആ കടുത്ത വ്യവസ്ഥകൾ മാത്രമാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഒരു പെണ്ണിന്റെ ആത്മാഭിമാനത്തെ വെറുമൊരു ബിസിനസ് ലാഭത്തിനായി വിലപേശി വാങ്ങിയ ആ മനുഷ്യനോട് ഉള്ളിൽ വലിയൊരു വെറുപ്പ് തോന്നിയെങ്കിലും അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ അയാൾ മാത്രമായിരുന്നു ഒരേയൊരു വഴിയെന്ന യാഥാർത്ഥ്യം അവർക്കുൾക്കൊള്ളേണ്ടി വന്നു. ആശുപത്രിയുടെ 4ാം നിലയിൽ തിരിച്ചെത്തിയ മീര കണ്ടത് അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുന്ന നഴ്സുമാരെയാണ്. മെഡിക്കൽ ഉപകരണങ്ങളുടെ നടുവിൽ ബോധമില്ലാതെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കിടക്കുന്ന അച്ഛന്റെ നെറ്റിയിൽ അവൾ പതുക്കെ ചുംബിച്ചു. അച്ഛാ, എല്ലാം ശരിയായിട്ടുണ്ട്. അച്ഛനൊന്നും സംഭവിക്കില്ല. എന്നെ തനിച്ചാക്കി പോകില്ലെന്ന് എനിക്കറിയാം. അവൾ അദ്ദേഹത്തിന്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതുക്കെ മന്ത്രിച്ചു. അവൾ കൊണ്ടുവന്ന വൻതുക എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ അവിടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമുണ്ടായിരുന്നില്ല. പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഫോൺ കോളുകൾ പോലും എടുക്കാതിരുന്ന ആ മനുഷ്യർ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നേരിട്ട ഈ കനൽ വഴികളെക്കുറിച്ച് ഒരിക്കലും അറിയാൻ പോകുന്നതുമില്ല. ഓപ്പറേഷൻ തിയേറ്ററിന്റെ കനത്ത ഇരുമ്പുവാതിലുകൾ അച്ഛനെയും കൊണ്ട് ഉള്ളിലേക്ക് മറഞ്ഞപ്പോൾ വരാന്തയിലെ തണുത്ത സ്റ്റീൽ കസേരയിലേക്ക് മീര ഇരുന്നു. സമയം വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. 5 മണിക്കൂറിലധികം നീളുന്ന വലിയൊരു ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സമയം അത്രയും ആ വലിയ കോറിഡോറിൽ അവൾക്ക് തികച്ചും തനിയെ ഇരിക്കേണ്ടി വന്നു. മനസ്സിൽ ഒരു വശത്ത് അച്ഛന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കയായിരുന്നെങ്കിൽ മറുവശത്ത് രാത്രി 8 മണിക്ക് വരാനിരിക്കുന്ന ആ വലിയ മാറ്റത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു. 6 മാസം ഒരു അപരിചിതന്റെ കൂടെ അയാളുടെ കൊട്ടാരത്തിൽ ഭാര്യയായി അഭിനയിക്കുക എന്നത് ഒരു സാധാരണ ക്ഷേത്രപൂജാരിയുടെ മകൾക്ക് സങ്കൽപ്പിക്കുന്നതിലും അപ്പുറമായിരുന്നു. ലോകാരാധ്യനായ സിംഗാനിയ ഗ്രൂപ്പിന്റെ അധിപൻ എന്തിനാണ് ഇങ്ങനെയൊരു നാടകം കളിക്കുന്നത്?
പണമുള്ളവരുടെ ചിന്തകൾ എത്രത്തോളം വിചിത്രവും സ്വാർത്ഥവുമാണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അതിനിടയിൽ അവളുടെ മൊബൈൽ ഫോൺ വീണ്ടും ശബ്ദിച്ചു. വിക്രമിന്റെ ഓഫീസിൽ നിന്നും വന്ന ഡ്രൈവറുടെ കോളായിരുന്നു. മാഡം, വിക്രം സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിളിക്കുന്നത്. രാത്രി കൃത്യം 8 മണിക്ക് ഞാൻ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തും. അതിനുള്ളിൽ നിങ്ങളുടെ വസ്ത്രങ്ങളും സാധനങ്ങളുമായി തയ്യാറായി നിൽക്കണം. സാറിന് സമയത്തിന്റെ കാര്യത്തിൽ വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് വൈകരുത്. വളരെ യാന്ത്രികമായ ആ ശബ്ദം കേട്ട് മീര അതെ എന്നു മാത്രം മറുപടി നൽകി. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവൾ തന്റെ ചെറിയ വാച്ചിലേക്ക് നോക്കി. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 2 മണിക്കൂർ മാത്രം. അതിനുള്ളിൽ അച്ഛന്റെ ഓപ്പറേഷൻ കഴിയണം. അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ പുരോഗതിയുണ്ടാകണം. ദൈവം അവളുടെ പ്രാർത്ഥനകൾ കേട്ടതുപോലെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിലെ ചുവന്ന ലൈറ്റ് അണഞ്ഞു. വാതിൽ തുറന്നു പുറത്തേക്ക് വന്ന ഡോക്ടർ മാഥുർ തന്റെ സർജിക്കൽ മാസ്ക് പതുക്കെ മാറ്റി മീരയെ നോക്കി പുഞ്ചിരിച്ചു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു മീര. 2 കിഡ്നികളും വിജയകരമായി മാറ്റിവെച്ചു. അടുത്ത 48 മണിക്കൂർ അദ്ദേഹം ICUവിൽ പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും. ഇപ്പോൾ അണുബാധയുണ്ടാകാതിരിക്കാൻ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. നീ ഇവിടെ ഇരുന്ന് ക്ഷീണിക്കണ്ട. വീട്ടിൽ പോയി വിശ്രമിച്ച് നാളെ രാവിലെ വന്നാൽ മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ നെഞ്ചിൽ നിന്നും ഒരു വലിയ പർവ്വതമിറക്കി വെച്ചതുപോലെ തോന്നി. അവൾ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. തന്റെ ജീവിതം പണയം വെച്ചെങ്കിലും സ്വന്തം അച്ഛന്റെ ശ്വാസം തിരികെ പിടിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ചിന്ത അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. പക്ഷേ ആ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സമയം 8 മണിയോടടുക്കുകയായിരുന്നു. ആശുപത്രിയുടെ പ്രധാന ഗേറ്റിനു മുന്നിൽ ഒരു വലിയ വെളുത്ത ആഡംബര കാർ വന്നു നിൽക്കുന്നത് അവൾ ജനാലയിലൂടെ കണ്ടു. കറുത്ത സ്യൂട്ട് അണിഞ്ഞ ഒരു ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി മീരയെ തിരക്കി മുകളിലേക്ക് വന്നു. അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് ബഹുമാനത്തോടെ ചോദിച്ചു, മിസ് മീര ശർമ്മ, വിക്രം സാറിനെ അയച്ചതാണ്. നമുക്കിറങ്ങാം. മീര ഒരു നിമിഷം ICU വാതിലിലേക്ക് തിരിഞ്ഞു നോക്കി. അച്ഛനെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ പോലും അനുവാദമില്ലാതെ, ഒരു യാത്ര പോലും പറയാൻ കഴിയാതെ താനൊരു അജ്ഞാത തടവറയിലേക്ക് പോകുകയാണെന്ന സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ വിക്രം പണം തിരികെ ചോദിക്കുമെന്നും അത് അച്ഛന്റെ തുടർ ചികിത്സയെ ബാധിക്കുമെന്നും അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവൾ തന്റെ ചെറിയ ബാഗും തോളിലിട്ട് ആ ആഡംബര കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി. കാറിന്റെ തണുത്ത എയർ കണ്ടീഷണറും വിലകൂടിയ പെർഫ്യൂമിന്റെ മണവും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഡൽഹി നഗരത്തിലെ വലിയ വലിയ തെരുവുകളിലൂടെയും ഫ്ലൈ ഓവറുകളിലൂടെയും കാർ വളരെ വേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു. ജനാലയിലൂടെ പുറത്തെ നഗരവെളിച്ചങ്ങളിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സ് തികച്ചും ശൂന്യമായിരുന്നു. അവളുടെ സാധാരണ വസ്ത്രധാരണവും അവളുടെ ജീവിത സാഹചര്യങ്ങളും ആ കാറിന്റെ ആഡംബരത്തിന് ഒട്ടും അനുയോജ്യമല്ലെന്ന് അവൾക്ക് തോന്നി. വണ്ടി നഗരത്തിലെ ഏറ്റവും വികസിച്ച വലിയ വലിയ കോടീശ്വരന്മാർ മാത്രം താമസിക്കുന്ന ഒരു VIP ഏരിയയിലേക്ക് പ്രവേശിച്ചു. വലിയ മരങ്ങളും തോക്കുകളേണഞ്ഞ കാവൽക്കാരുമുള്ള ആഡംബര വീടുകളുടെ നടുവിലൂടെ ഒടുവിൽ ആ വണ്ടി സിംഗാനിയ വില്ല എന്ന വലിയ നെയിം ബോർഡുള്ള കൂറ്റൻ ഇരുമ്പ് ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. ഗേറ്റ് പതുക്കെ തുറന്നപ്പോൾ അകത്ത് കണ്ട കാഴ്ച അവളെ അതിശയിപ്പിച്ചു. അതൊരു വീടായിരുന്നില്ല, ഒരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു. വലിയ പുൽത്തകിട്ടിയും അതിന്റെ നടുവിൽ തിളങ്ങി നിൽക്കുന്ന ജലധാരകളും രാത്രിയിലെ കളർ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അതിമനോഹരമായി തോന്നി. എന്നാൽ ആ ഭംഗി ആസ്വദിക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല. കാർ പോർച്ചിൽ വന്ന് നിന്ന ഉടനെ ഡ്രൈവർ വന്ന് വാതിൽ തുറന്നു നൽകി. അവൾ പതുക്കെ പുറത്തിറങ്ങി ആ വലിയ വീടിന്റെ പ്രധാന വാതിലിനു മുന്നിലേക്ക് നടന്നു. അകത്തേക്ക് കയറാൻ അവളുടെ കാലുകൾ മടിക്കുന്നതുപോലെ തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനയ മുഹൂർത്തങ്ങൾ ഇവിടെയാണ് തുടങ്ങാൻ പോകുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ വലിയൊരു ഹാൾ അവൾ കണ്ടു. വിലകൂടിയ വലിയ ക്രിസ്റ്റൽ വിളക്കുകളും ഇറ്റാലിയൻ മാർബിളുകളും കൊണ്ട് നിറഞ്ഞ ആ വീട്. ഹാളിന്റെ നടുവിലായി വിക്രം സിംഗാനിയ തന്റെ കയ്യിൽ ഒരു ഗ്ലാസുമായി നിൽക്കുകയായിരുന്നു. ഓഫീസിലെ കടുത്ത കോട്ടും സ്യൂട്ടും മാറ്റി വളരെ ലളിതമായ കാഷ്വൽ വസ്ത്രങ്ങളായിരുന്നു അയാൾ ധരിച്ചിരുന്നെങ്കിലും അയാളുടെ മുഖത്തെ ആ ഗമയ്ക്കും ഗൗരവത്തിനും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അയാൾ അവളെ മുകളിൽ നിന്നും താഴെ വരെ ഒരു തണുത്ത നോട്ടമിട്ടു. അവളുടെ കയ്യിലെ ചെറിയ തുണി ബാഗും സാധാരണ ചുരിദാറും കണ്ടപ്പോൾ അയാളുടെ മുഖത്തിൽ ഒരു ചെറിയ പുച്ഛം മിന്നിമറഞ്ഞു. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ, സന്തോഷം. വിക്രം തന്റെ കയ്യിലെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവളുടെ അടുത്തേക്ക് പതുക്കെ നടന്നുവന്നു. മീര, നീ ഈ വീട്ടിന്റെ പടിവാതിൽ കടന്ന നിമിഷം മുതൽ നിന്റെ പഴയ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മുതൽ നീ ഈ വീട്ടിലെ ജോലിക്കാരുടെയും പുറം ലോകത്തിന്റെയും മുന്നിൽ എന്റെ ഭാര്യയാണ്. നാളെ രാവിലെ ചില പ്രധാനപ്പെട്ട വിദേശ നിക്ഷേപകർ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ മുന്നിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ ഒരു പ്രത്യേക ട്രെയിനറെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സംസാരശൈലിയും രീതികളും പൂർണ്ണമായും മാറേണ്ടതുണ്ട്.
സിംഗാനിയ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. മീര ഒന്നും മിണ്ടിയില്ല, തല കുനിച്ചു നിന്നു. വിക്രം തുടർന്നു. ഈ വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ നിനക്കായി ഒരു മുറി ഒരുക്കിയിട്ടുണ്ട്. നിനക്കാവശ്യമുള്ള വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും അവിടെയുണ്ട്. എന്റെ മുറി തൊട്ടടുത്താണ്. പക്ഷേ ഓർക്കുക, നമ്മൾ തമ്മിലൊരു അതിർത്തിയുണ്ട്. അത് ലംഘിക്കാൻ ശ്രമിക്കരുത്. പകൽ സമയങ്ങളിൽ മാത്രം നമ്മൾ ദമ്പതികളായി അഭിനയിക്കും. രാത്രിയായാൽ നമ്മൾ വെറും അപരിചിതർ മാത്രമാണ്. നിന്റെ അച്ഛന്റെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്റെ ആളുകൾ നോക്കിക്കൊള്ളും. നീ നിന്റെ കടമ മാത്രം ഭംഗിയായി ചെയ്യുക. വിക്രം ഒരു ജോലിക്കാരനെ വിളിച്ച് മീരയെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആ വലിയ ഗോഡണിപ്പടുകൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ മീര തന്റെ തോരിലെ ബാഗ് മുറുകെ പിടിച്ചിരുന്നു. ആഡംബരപൂർണമായ ആ മുറിയിലേക്ക് കടന്ന അവൾ വാതിലടച്ചു. മുറിക്കുള്ളിലെ വലിയ അലമാര തുറന്നപ്പോൾ അതിൽ വില കൂടിയ ഡിസൈനർ സാരികളും വസ്ത്രങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. പക്ഷെ അവയൊന്നും സ്വന്തമാക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ തന്റെ ബാഗിൽ നിന്നും അച്ഛന്റെ ഒരു ചെറിയ ഫോട്ടോ പുറത്തെടുത്തു. മേശപ്പുറത്ത് അത് വെച്ച് അവൾ അതിന്റെ മുന്നിലിരുന്നു. പുറത്ത് നഗരത്തിന്റെ വെളിച്ചങ്ങൾ അണയുമ്പോഴും മീരയുടെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. തന്റെ ആത്മാവ് പണയം വെച്ചുള്ള ഈ പുതിയ ജീവിതം എങ്ങോട്ടാണ് അവസാനിക്കുക എന്നറിയാതെ അവൾ ആ രാത്രിയിലെ നിശബ്ദതയിൽ തനിച്ചിരുന്ന് കരഞ്ഞു. സിംഗാനിയ വെല്ലയിലെ ആ വലിയ മുറിയുടെ ജാലകപ്പടിയിലൂടെ പുലർകാലത്തെ വെളിച്ചമുള്ളിലേക്ക് അരിച്ചെത്തുമ്പോൾ മീരയ്ക്കൊട്ടും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ അച്ഛന്റെ ഫോട്ടോയും നോക്കിയിരുന്നിരുന്ന അവളുടെ കണ്ണുകൾ ഉറക്കമില്ലായ്മ കൊണ്ട് ചുവന്നിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ കണ്ടത് ആ തണുത്ത വെളുപ്പാൻ കാലത്തും ഉദ്യാനം വൃത്തിയാക്കുന്ന ജോലിക്കാരെയും ഗേറ്റിൽ കാവൽ നിൽക്കുന്ന തോക്കുധാരികളായ സെക്യൂരിറ്റികളെയുമാണ്. ആ വലിയ കൊട്ടാരത്തിന് വല്ലാത്തൊരു നിശബ്ദതയുണ്ടായിരുന്നു. താൻ നിൽക്കുന്നത് സ്വന്തം വീട്ടിലല്ലെന്നും പണം കൊടുത്തു വാങ്ങിയ ഒരു തടവറയിലാണെന്നുമുള്ള യാഥാർത്ഥ്യം ഓരോ നിമിഷവും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിലിൽ ആരോ പതുക്കെ മുട്ടി. മീര ചെന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടത് മധ്യവയസ്കയായ ഒരു സ്ത്രീയെയാണ്. കറുത്ത ബോർഡറുള്ള നീല സാരി ധരിച്ച അവർ വളരെ ഗൗരവത്തോടെയാണ് നിന്നിരുന്നത്. ഗുഡ് മോർണിംഗ് മാഡം, എന്റെ പേര് ശാരദ. വിക്രം സാറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളെ ഇന്നത്തെ മീറ്റിംഗിനായി ഒരുക്കുക എന്നതാണ് എന്റെ ജോലി. ഒട്ടും സമയമില്ല. 9 മണിക്ക് വിദേശ നിക്ഷേപകർ ഇവിടെ എത്തും. അതിനുള്ളിൽ മാഡത്തിന്റെ വസ്ത്രധാരണവും പെരുമാറ്റ രീതികളും മാറേണ്ടതുണ്ട്. ദയവായി ബാത്റൂമിൽ പോയി ഫ്രഷായി വരൂ, അവർ യാന്ത്രികമായി പറഞ്ഞു. മീര ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് നടന്നു. അവിടെയുണ്ടായിരുന്ന വലിയ ബാത്ത് ടബും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളും അവൾക്ക് തികച്ചും അപരിചിതമായിരുന്നു. തിരികെ മുറിയിലെത്തിയപ്പോൾ ശാരദ വലിയൊരു വെള്ളിപ്പിഞ്ഞാണത്തിൽ ചില ആഭരണങ്ങളും മേശപ്പുറത്ത് മനോഹരമായ ഒരു കാഞ്ചീപുരം പട്ടുസാരിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വിക്രം സാർ നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത വസ്ത്രം. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും സിംഗാനിയ ഗ്രൂപ്പിന്റെ മരുമകളിലേക്കുള്ള മാറ്റം പെട്ടെന്നായിരിക്കണം. നിങ്ങളുടെ മുഖത്തെ ഈ പേടിയും സങ്കടവും അതിഥികൾ കാണാനിടവരരുത്. ശാരദയുടെ വാക്കുകളിൽ ഒരു അധ്യാപികയുടെ കാഠിന്യമുണ്ടായിരുന്നു. തുടർന്ന് വന്ന 2 മണിക്കൂറുകൾ മീരയ്ക്ക് വലിയൊരു പരീക്ഷണമായിരുന്നു. സാരി ഉടുക്കുന്ന രീതി, തലമുടി ഒതുക്കുന്ന വിധം, നടക്കുമ്പോൾ പുലർത്തേണ്ട ഗാംഭീര്യം എന്നിവയെല്ലാം ശാരദ അവളെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നഖം വെട്ടുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും വരെ അവരുടെ മേൽനോട്ടത്തിലായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മീരയ്ക്ക് സ്വന്തം രൂപം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കഴുത്തിൽ തിളങ്ങുന്ന വൈരമാലയും നെറ്റിയിൽ ചെറിയൊരു ചുവന്നു പൊട്ടും തൊട്ട് കാഞ്ചീപുരം പട്ടിന്റെ തലപ്പാവ് തോളിലേക്കിടുമ്പോൾ അവളൊരു ജീവനുള്ള പാവയെപ്പോലെ ശാരദയ്ക്ക് സ്വയം വിട്ടുകൊടുത്തു. ഇനി ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. വിക്രം സാറിന്റെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായിരിക്കണം. അതിഥികൾ എന്തു ചോദിച്ചാലും വളരെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ മാത്രം മറുപടി നൽകുക. അവസാനവട്ട നിർദ്ദേശവും നൽകി ശാരദ വാതിൽ തുറന്നു. താഴത്തെ വലിയ ഹാളിലേക്ക് മീര പടവുകൾ ഇറങ്ങി വരുമ്പോൾ വിക്രം അവിടെ കാത്തുനിൽക്കുകയായിരുന്നു. വെള്ള ഷർട്ടും കറുത്ത കോട്ടുമണിഞ്ഞ് അതീവ പ്രതാപത്തോടെ നിന്ന അയാൾ മീരയുടെ വരവ് കണ്ടൊരു നിമിഷം നോക്കി നിന്നു. അവളുടെ രൂപമാറ്റം അയാളെ അതിശയിപ്പിച്ചു എന്ന് മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അയാൾ അവളുടെ അടുത്തേക്ക് നടന്നുവന്നു. മീരയുടെ വിറയ്ക്കുന്ന കൈകൾ പിടിച്ച് അയാൾ തന്റെ കൈക്കുള്ളിലാക്കി. ആ സ്പർശനം തണുത്തതായിരുന്നു. ഗുഡ്, ശാരദ അവളുടെ ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിന്നെ കണ്ടാൽ ആരും ഒരു പൂജാരിയുടെ മകളാണെന്ന് പറയില്ല. പക്ഷെ ഈ രൂപം മാത്രം പോരാ, നിന്റെ പെരുമാറ്റത്തിലും അത് കാണണം. അവർ ദാ എട്ടിക്കഴിഞ്ഞു, വിക്രം അവളുടെ കാതുകളിൽ പതുക്കെ പറഞ്ഞു. ഹാളിന്റെ വലിയ വാതിൽ തുറന്ന് 3 വിദേശ പ്രതിനിധികൾ അകത്തേക്ക് പ്രവേശിച്ചു. അവരോടൊപ്പം അവരുടെ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. വിക്രം അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. മീറ്റ് മൈ വൈഫ്, മീര സിംഗാനിയ. വിക്രം മീരയെ അവർക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ അവളുടെ നെഞ്ച് പടപടപ്പിച്ചു. എങ്കിലും ശാരദ പഠിപ്പിച്ചതുപോലെ അവൾ കൈകൾ കൂപ്പി അവരെ നോക്കി പുഞ്ചിരിച്ചു.
നൈസ് ടു മീറ്റ് യു ഓൾ എന്നവൾ പതുക്കെ പറഞ്ഞു. വിദേശികളിൽ പ്രധാനിയായ മിസ്റ്റർ സ്മിത്ത് മീരയെ നോക്കി അഭിനന്ദിച്ചു. മിസ്റ്റർ വിക്രം, നിങ്ങളുടെ ഭാര്യ വളരെ ലളിതവും എന്നാൽ അതീവ സുന്ദരിയുമാണ്. ഇന്ത്യൻ സംസ്കാരം നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാണ്. തുടർന്ന് വലിയ ഡൈനിംഗ് ടേബിളിലേക്ക് എല്ലാവരും ഇരുന്നു. വിദേശികൾക്കായി പലതരത്തിലുള്ള പാശ്ചാത്യ ഭക്ഷണങ്ങളും മീരയ്ക്കായി പരമ്പരാഗത ഇന്ത്യൻ വിഭവങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. ഭക്ഷണത്തിനിടയിൽ ബിസിനസ് ചർച്ചകൾ തകൃതിയായി നടന്നു. ലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. മീര ഒന്നും മിണ്ടാതെ വിക്രമിന്റെ തൊട്ടടുത്തിരുന്നു. വിക്രം ഇടയ്ക്കിടെ അവളുടെ തോളിൽ കൈവച്ചും ജ്യൂസ് ഗ്ലാസ് എടുത്തു നൽകിയും അവർക്കിടയിൽ വലിയ പ്രണയമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ആ കപടമായ സ്നേഹപ്രകടനം മീരയെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ഓരോ സെക്കൻഡും ഒരു യുഗം പോലെയാണ് അവൾക്ക് തോന്നിയത്. ചർച്ചകൾക്കൊടുവിൽ മിസ്റ്റർ സ്മിത്ത് വിക്രമിന് കൈ നൽകി പറഞ്ഞു, നിങ്ങളുടെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിക്രം. അതിലുപരി നിങ്ങളുടെ ഈ മനോഹരമായ കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ ഡീൽ നമ്മൾ ഉറപ്പിക്കുന്നു. അവർ സന്തോഷത്തോടെ കരാർ പത്രങ്ങളിൽ ഒപ്പുവെച്ചു. അതിഥികൾ യാത്ര പറഞ്ഞിറങ്ങിയ ഉടൻ തന്നെ വിക്രമിന്റെ മുഖത്തെ ആ പുഞ്ചിരി അപ്രത്യക്ഷമായി. അയാൾ തന്റെ കോട്ടിന്റെ ബട്ടണുകൾ അയച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു. നിന്റെ അഭിനയം മോശമായില്ല മീര. ഞാൻ വിചാരിച്ചതിലും നന്നായി നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ആദ്യത്തെ പരീക്ഷണം നീ ജയിച്ചിരിക്കുന്നു, വിക്രം വളരെ ഔദ്യോഗികമായി പറഞ്ഞു. ആ സമയത്താണ് മീര തന്റെ ഫോണിലേക്ക് നോക്കിയത്. ആശുപത്രിയിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും വരാത്തതിനാൽ അവളുടെ മനസ്സിൽ ഭീതി നിറഞ്ഞു. അവൾ സർവശക്തിയും സംഭരിച്ച് വിക്രമിനോട് ചോദിച്ചു, സർ, എന്റെ അച്ഛൻ, അദ്ദേഹത്തിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് എനിക്കൊന്ന് അറിയണം. ആശുപത്രിയിലേക്കൊന്ന് വിളിക്കാൻ അനുവാദം തരുമോ? വിക്രം അവളെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു തണുത്ത ഭാവമായിരുന്നു. അയാൾ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സ്വന്തം PA ആയ ആനന്ദിനെ വിളിച്ചു. സ്പീക്കർ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു, ആനന്ദ്, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയൂ. ഫോണിന്റെ പരുതലയ്ക്കിൽ നിന്നും ആനന്ദിന്റെ ശബ്ദം കേട്ടു. സർ, പണ്ഡിറ്റ് രാമകാന്ത് ശർമ്മയ്ക്ക് ബോധം വീണിട്ടുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ചു. കിഡ്നി പുതിയ ശരീരത്തോട് നന്നായി പ്രതികരിക്കുന്നു. അപകടാവസ്ഥ തരണം ചെയ്തു. ഇപ്പോൾ പ്രത്യേക റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അച്ഛൻ സുഖമായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മീരയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീർ ഒഴുകാൻ തുടങ്ങി. അവൾ തറയിൽ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ എല്ലാ വേദനകളും ആ ഒരു വാർത്തയോടെ ഇല്ലാതായതുപോലെ അവൾക്ക് തോന്നി. വിക്രം ഫോൺ കട്ട് ചെയ്ത് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു മീര. നിന്റെ അച്ഛൻ ഇപ്പോൾ സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് ആവശ്യമായ മികച്ച പരിചരണം അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നീ നിന്റെ ഭാഗം ഭംഗിയാക്കുക. വൈകുന്നേരം ഒരു വലിയ ബിസിനസ് പാർട്ടിയുണ്ട്. അതിലും നീ എന്റെ കൂടെ വരണം. പോയി വിശ്രമിക്കൂ. മീര പതുക്കെ മുകളിലെ മുറിയിലേക്ക് നടന്നു. കനത്ത പട്ടുസാരിയും ആഭരണങ്ങളും അഴിച്ചുവെക്കുമ്പോൾ അവളുടെ മനസ്സ് അല്പം ശാന്തമായിരുന്നു. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലൂടെ താൻ ചെയ്ത വലിയ ത്യാഗത്തിന് ഫലമുണ്ടായി എന്നവൾ ആശ്വസിച്ചു. എങ്കിലും കണ്ണാടിയിൽ സ്വന്തം മുഖത്തേക്ക് നോക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന 6 മാസക്കാലം ഈ കൊട്ടാരത്തിന്റെ ചുവരുകൾക്കുള്ളിൽ താൻ എങ്ങനെ ജീവിച്ചു തീർക്കുമെന്ന ചോദ്യം അവളെ വീണ്ടും നിശബ്ദയാക്കി. പുറത്ത് ഡൽഹി നഗരത്തിൽ വെയിൽ മൂത്തുവരികയായിരുന്നു. എന്നാൽ സിംഗാനിയ വില്ലയ്ക്കുള്ളിലെ തണുപ്പിന് യാതൊരു മാറ്റവുമുണ്ടായിരുന്നില്ല. സിംഗാനിയ വില്ലയുടെ വലിയ മുറ്റത്ത് വന്നു നിന്ന ആഡംബര വാഹനങ്ങളുടെ നിര കാണുമ്പോൾ തന്നെ ഡൽഹി നഗരത്തിലെ വമ്പൻ സ്രാവുകൾ ഒത്തുചേരുന്ന ഒരു വലിയ പാർട്ടിയാണ് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിരുന്നു. വിക്രം സിംഗാനിയ ഒരുക്കിയ ആ ബിസിനസ് സൽക്കാരത്തിനായി കൊട്ടാരം പോലുള്ള ആ വീട് മുഴുവൻ ചുവപ്പും സ്വർണ്ണ നിറവുമുള്ള വെളിച്ചങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. വലിയ പുൽത്തകിടിയിൽ തടിച്ചുകൂടിയ അതിഥികളുടെ വസ്ത്രധാരണത്തിലും ആഭരണങ്ങളിലും പണത്തിന്റെ കൊഴുപ്പ് പ്രകടമായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും വലിയ ബിസിനസ്സുകാരും പരസ്പരം കൈകൾ കുലുക്കിയും വില കൂടിയ വൈൻ ഗ്ലാസുകൾ ഉയർത്തിപ്പിടിച്ചും ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മുകളിലത്തെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മീരയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഒരു കറുത്ത ഡിസൈനർ സാരിയായിരുന്നു വിക്രം അവൾക്കായി അന്ന് തിരഞ്ഞെടുത്തത്. കഴുത്തിൽ തിളങ്ങുന്ന ഹാരവും കാതുകളിൽ വലിയ കമ്മലുകൾ അണിഞ്ഞ് മുഖത്ത് കടുത്ത മേക്കപ്പും ചെയ്തു നിൽക്കുമ്പോൾ താനൊരു പ്രദർശന വസ്തുവായി മാറിക്കഴിഞ്ഞുവെന്ന് അവൾക്കു തോന്നി. വസ്ത്രധാരണത്തിലും രൂപത്തിലും വലിയ മാറ്റം വന്നെങ്കിലും അവളുടെ കണ്ണുകളിലെ ആ പഴയ ഭയവും നിസ്സഹായാവസ്ഥയും പൂർണ്ണമായി മാറിയിരുന്നില്ല. മുറിയുടെ വാതിൽ തുറന്ന് വിക്രം അകത്തേക്ക് വന്നു. കറുത്ത ഷർട്ടും വെൽവെറ്റ് കോട്ടുമണിഞ്ഞ് അതീവ ആകർഷകനായിരുന്നു അയാൾ. മീരയെ നോക്കി അയാൾ പതുക്കെ തലയാട്ടി. വളരെ നന്നായിട്ടുണ്ട്. പാർട്ടിയിൽ വരാൻ പോകുന്നവർ വെറും ബിസിനസ്സുകാർ മാത്രമല്ല, മാധ്യമപ്രവർത്തകരും ഉണ്ടാകും. സിംഗാനിയ ഗ്രൂപ്പിന്റെ യുവ അധിപൻ പെട്ടെന്നൊരു വിവാഹം കഴിച്ചതിന്റെ രഹസ്യമറിയാൻ അവർ കാത്തിരിക്കുകയാണ്. ക്യാമറ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേലുണ്ടാകും.
അതുകൊണ്ട് ഒരൊറ്റ നിമിഷം പോലും നിന്റെ മുഖത്തെ ആ പുഞ്ചിരി നഷ്ടപ്പെടരുത്, വിക്രം വളരെ കർശനമായി ഓർമ്മിപ്പിച്ചു. അയാൾ തന്റെ കൈകൾ മീരയ്ക്ക് നേരെ നീട്ടി. ഒരു നിമിഷത്തെ മടിക്കു ശേഷം അവൾ വിക്രമിന്റെ കൈകളിൽ കോർത്തുപിടിച്ചു. അവർ രണ്ടുപേരും വലിയ ഗോവണിപ്പടികളിറങ്ങി താഴത്തെ പാർട്ടി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ ദമ്പതികളിലേക്ക് തിരിഞ്ഞു. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുടർച്ചയായി മിന്നിമറിഞ്ഞു. ആളുകളുടെ ബഹളവും വെളിച്ചവും മീരയ്ക്ക് വല്ലാത്ത തലവേദനയുണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വിക്രം പറഞ്ഞതുപോലെ അവൾ കൃത്രിമമായ ഒരു പുഞ്ചിരി മുഖത്തു വരുത്തിപ്പിടിച്ചു. വിക്രം, അഭിനന്ദനങ്ങൾ. മിസസ് മീര വളരെ മനോഹരമായിരിക്കുന്നു. വിക്രമിന്റെ സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളും അവരുടെ അടുത്തേക്ക് വന്ന് ആശംസകൾ നേർന്നു. വിക്രം അവരോടെല്ലാം വളരെ സൗമ്യമായി സംസാരിക്കുകയും മീരയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് തങ്ങൾക്കിടയിൽ വലിയ പ്രണയമാണ് എന്ന് കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും മീരയുടെ മനസ്സ് ആശുപത്രിയിലെ ആ തണുത്ത മുറിയിലായിരുന്നു. അച്ഛനിപ്പോൾ ഉറങ്ങുകയായിരിക്കുമോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന ചിന്തകൾ അവളെ വല്ലാതെ അലട്ടി. അതിനിടയിൽ നഗരത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകയായ ശാലിനി ഒരു മൈക്കുമായി മീരയുടെ അടുത്തേക്ക് വന്നു. മിസസ് മീര, ഒരു പൂജാരിയുടെ മകളായ നിങ്ങൾ എങ്ങനെയാണ് വിക്രം സിംഗാനിയ എന്ന കോടീശ്വരന്റെ ഹൃദയം കീഴടക്കിയത്? നിങ്ങളുടെ ഈ പെട്ടെന്നുള്ള വിവാഹത്തിന്റെ രഹസ്യമെന്താണ്? ശാലിനിയുടെ ചോദ്യം കേട്ട് മീര ഒരു നിമിഷം തരിച്ചുപോയി. അവളുടെ തൊണ്ട വല്ലാതെ വരണ്ടു. എന്തു പറയണമെന്നറിയാതെ അവൾ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി. വിക്രം ഒട്ടും പരിഭ്രമിക്കാതെ ശാലിനിയുടെ ചോദ്യം ഏറ്റെടുത്തു. ശാലിനി, പ്രണയത്തിന് പാശ്ചാത്തലങ്ങളോ സമ്പത്തോ ഒരു തടസ്സമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? മീരയുടെ ലാളിത്യമാണ് എന്നെ ആകർഷിച്ചത്. ഈ തിരക്കേറിയ ബിസിനസ് ജീവിതത്തിനിടയിൽ എനിക്കാവശ്യം എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു പങ്കാളിയെയായിരുന്നു. അത് ഞാൻ മീരയിലൂടെ കണ്ടെത്തി. ഈ വിവാഹം പെട്ടെന്നാണെന്ന് തോന്നാമെങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വളരെ മുൻപേ ഒന്നായതാണ്. വിക്രമിന്റെ വാക്കുകളിലെ ആ കള്ളത്തരം കേട്ട് മീര ഉള്ളിൽ അത്ഭുതപ്പെട്ടുപോയി. എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ കള്ളങ്ങൾ മെനയുന്നത്! ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നതുപോലെ എത്ര ലാഘവത്തോടെയാണ് അയാൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. പാർട്ടി പുരോഗമിക്കുമ്പോൾ വിക്രം മറ്റു വലിയ നിക്ഷേപകരുമായി ചർച്ചകളിൽ മുഴുകി. ആ സമയം നോക്കി മീര പതുക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി പുൽത്തകിടിയുടെ ഒരറ്റത്തുള്ള നിഴലിലേക്ക് നടന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി അവൾ ആശ്വാസത്തോടെ ഒരു വലിയ ശ്വാസമെടുത്തു. മരുന്നുകളുടെ മണമുള്ള ആശുപത്രിയിൽ നിന്നും ഈ ആഡംബരത്തിന്റെ നടുവിലേക്കെത്തിയ ഈ കുറഞ്ഞ ദിവസങ്ങൾ അവളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിച്ചിരിക്കുന്നു. നിനക്ക് ഈ അന്തരീക്ഷം ഒട്ടും ചേരുന്നില്ല മീര. പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു പരിചിതമായ ശബ്ദം കേട്ട് മീര ഞെട്ടിത്തിരിഞ്ഞു. അവിടെ നിന്നത് വിക്രമിന്റെ കസിൻ സഹോദരനായ രാഹുലായിരുന്നു. വിക്രമിന്റെ കമ്പനിയിൽ തന്നെ ഉയർന്ന പദവിയിലുള്ള ആളാണ് രാഹുൽ. വിക്രമിനെപ്പോലെ ക്രൂരനോ ഗൗരവകാരനോ ആയിരുന്നില്ല അയാൾ. രാഹുൽ മീരയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് വിക്രമിനെ നന്നായി അറിയാം മീര. അയാൾ ഒരു ലാഭമില്ലാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ല. ഈ വിവാഹത്തിനു പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് എനിക്കറിയാം. നീയൊരു സാധാരണ പെൺകുട്ടിയാണ്. നിന്റെ കണ്ണുകളിലെ സങ്കടം എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വിക്രം നിന്നെ എന്തെങ്കിലും രീതിയിൽ നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ സഹായിക്കാം. രാഹുൽ വളരെ സഹതാപത്തോടെയാണ് സംസാരിച്ചത്. രാഹുലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ വലിയ ഒരാശ്വാസം തോന്നിയെങ്കിലും കരാറിലെ വ്യവസ്ഥകൾ അവളുടെ ഓർമ്മയിൽ വന്നു. വിക്രം സിംഗാനിയ ഗ്രൂപ്പിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനോ തന്റെ അവസ്ഥ മറ്റുള്ളവരോട് പറയാനുള്ള അവകാശം അവൾക്കില്ല. ഒരു ചെറിയ തെറ്റുപോലും അച്ഛന്റെ ജീവനെ അപകടത്തിലാക്കാം. അതുകൊണ്ട് അവൾ തന്റെ വികാരങ്ങൾ ഉള്ളിലൊതുക്കി. അങ്ങനെയൊന്നുമില്ല രാഹുൽ സാർ. വിക്രം സാർ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. വളരെ പ്രയാസപ്പെട്ടാണ് മീര ആ വാക്കുകൾ പറഞ്ഞത്. രാഹുൽ അവളെ സംശയത്തോടെ നോക്കിയെങ്കിലും കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അയാൾ പതുക്കെ അവിടെ നിന്നും നടന്നുപോയി. രാത്രി 12 മണിയോടെയാണ് പാർട്ടി അവസാനിച്ചത്. അതിഥികളെല്ലാം ഒഴിഞ്ഞുപോയപ്പോൾ ആ വലിയ വീട് വീണ്ടും നിശബ്ദതയിലേക്ക് വീണു. ലൈറ്റുകളെല്ലാം ഓരോന്നായി അണഞ്ഞു. ഹാളിലെ വലിയ സോഫയിലേക്ക് വിക്രം തളർച്ചയോടെയിരുന്നു. അയാൾ തന്റെ കോട്ടൂരി അരികിലേക്ക് വെച്ചു. മീര മുകളിലേക്ക് പോകാൻ പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ വിക്രം അവളെ പുറകിൽ നിന്നും വിളിച്ചു. മീര, നിൽക്കൂ. അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു.
രാഹുൽ നിന്നോട് എന്താണ് സംസാരിച്ചത്? ഞാൻ എല്ലാം ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അയാളുടെ ശബ്ദത്തിൽ കടുത്ത സംശയമുണ്ടായിരുന്നു. അയാൾ എന്നോട് വിശേഷങ്ങൾ ചോദിച്ചതേയുള്ളൂ സാർ. ഞാൻ കരാർ ലംഘിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. മീര തല താഴ്ത്തി പറഞ്ഞു. നല്ലത്. എന്റെ കുടുംബത്തിലുള്ളവരെ പോലും നീ വിശ്വസിക്കരുത്. അവർ എന്റെ ബിസിനസ് തകർക്കാൻ അവസരം പാർത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആരോടും അധികം സംസാരിക്കേണ്ടതില്ല. നാളെ മുതൽ നിനക്ക് ചില പുതിയ നിയമങ്ങളുണ്ട്. ഈ വീട്ടിന് പുറത്തേക്ക് എന്റെ അനുവാദമില്ലാതെ നീ പോകരുത്. നിന്റെ സുരക്ഷിതത്വവും ഈ കരാറിന്റെ രഹസ്യവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. വിക്രം വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞ് തന്റെ മുറിയിലേക്ക് നടന്നുപോയി. മീര തന്റെ മുറിയിലെത്തി വാതിലടച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓരോ ആഭരണങ്ങളായി അഴിച്ചുവെക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. പണത്തിന്റെ തിളക്കമുള്ള ഈ സ്വർണ്ണക്കൂട് അവളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ വെളിച്ചങ്ങളെല്ലാം അണഞ്ഞിട്ടും ജനവാതിൽക്കിലൂടെ കാണുന്ന ആ വലിയ ഇരുമ്പു ഗേറ്റിലേക്ക് നോക്കി തന്റെ തടവറയുടെ ആഴമോർത്ത് അവൾ ആ രാത്രിയിലും നിശബ്ദയായി വിതുമ്പി. പാർട്ടിയുടെ ബഹളങ്ങളെല്ലാം ഒടുങ്ങി സിംഗാനിയ വില്ലയിൽ പുതിയൊരു പുലരി പിറന്നപ്പോൾ മീരയ്ക്ക് മനസ്സിലായി തന്റെ തടവറയുടെ നിയമങ്ങൾ കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വന്ന അവളോട് ഹാളിൽ കാത്തുനിന്ന ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വളരെ വിനയത്തോടെ എന്നാൽ കർശനമായി പറഞ്ഞു, മാഡം, വിക്രം സാറിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. സാറിന്റെ അനുവാദമില്ലാതെ മാഡം ഈ വീടിന്റെ പ്രധാന ഗേറ്റിനു പുറത്തേക്ക് പോകരുത്. സുരക്ഷാ കാരണങ്ങളാലാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയ്ക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അച്ഛനെ കാണാൻ ആശുപത്രിയിൽ പോകാൻ പോലും തനിക്കിനി അനുവാദമില്ലേ എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ വലിയൊരു വേദനയായി പടർന്നു. പക്ഷേ വിക്രം സിംഗാനിയ എന്ന മനുഷ്യൻ വെറുമൊരു കല്യാണ നാടകം മാത്രമല്ല തന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത് അന്നത്തെ പത്രങ്ങളും സോഷ്യൽ മീഡിയയും കണ്ടപ്പോഴാണ്. ഡൽഹിയിലെ പ്രമുഖ പത്രങ്ങളുടെയെല്ലാം പേജ് 3-ൽ വിക്രമിന്റെയും മീരയുടെയും ചിത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. കോടീശ്വരനായ ബിസിനസ്സുകാരൻ വിക്രം ലളിത ജീവിതം നയിക്കുന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നത്. ഈ വാർത്തകൾ സിംഗാനിയ ഗ്രൂപ്പിന്റെ ഷെയർ മാർക്കറ്റ് മൂല്യം കുത്തനെ ഉയർത്താൻ സഹായിച്ചുവെന്ന് രാവിലെ ടെലിവിഷൻ വാർത്തകളിൽ കേട്ടപ്പോൾ മീരയ്ക്ക് വിക്രമിന്റെ ബിസിനസ് ബുദ്ധിയോട് പുച്ഛമാണ് തോന്നിയത്. സ്വന്തം ജീവിതത്തിലെ കപട വിവാഹത്തെപ്പോലും അയാൾ എത്ര കൃത്യമായാണ് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റിയിരിക്കുന്നത് എന്ന്. അന്ന് ഉച്ചകഴിഞ്ഞ് വിക്രം ഓഫീസിൽ നിന്നും നേരത്തെ എത്തിയിരുന്നു. ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ അടുത്തേക്ക് മീര പതുക്കെ നടന്നു ചെന്നു. അവൾ വരുന്ന ശബ്ദം കേട്ടിട്ടും അയാൾ മുഖമുയർത്തി നോക്കിയില്ല. സാർ, എനിക്ക് അച്ഛനെ ഒന്ന് നേരിട്ട് കാണണം. വണ്ടി വരെ ഏർപ്പാടാക്കി തരുമോ? ഞാൻ ആരോടും ഒന്നും പറയവില്ല. അവളുടെ ശബ്ദത്തിൽ യാചനയുണ്ടായിരുന്നു. വിക്രം ലാപ്ടോപ്പ് അടച്ചുവെച്ച് കസേരയിൽ ചാരിയിരുന്നു. മീര, നിനക്ക് അച്ഛനെ കാണണമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ നീ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ മാധ്യമപ്രവർത്തകർ നിന്നെ വളയും. നീയൊരു സാധാരണ പൂജാരിയുടെ മകളാണെന്ന് അവർക്കറിയാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്റെ മുഖം മാറിയാൽ അത് നമ്മുടെ കരാറിനെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം ആശുപത്രി സന്ദർശനം വേണ്ട. നിന്റെ അച്ഛന് ആവശ്യമായ മികച്ച ചികിത്സ അവിടെ നടക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കാം. അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം. വിക്രമിന്റെ സ്വരത്തിൽ അധികാരവും കടുംപിടുത്തവും ഉണ്ടായിരുന്നു. അയാൾ തന്റെ PA ആയ ആനന്ദിനെ വിളിച്ച് വീഡിയോ കോൾ കണക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ICUവിന് പുറത്തുള്ള പ്രത്യേക റൂമിലിരിക്കുന്ന കസേരയിലിരിക്കുന്ന അച്ഛന്റെ മുഖം വിക്രമിന്റെ വലിയ ടാബ്ലറ്റ് സ്ക്രീനിൽ തെളിഞ്ഞുവന്നു. മൂക്കിൽ പൈപ്പുകളും കയ്യിൽ ഡ്രിപ്പും ഉണ്ടെങ്കിലും അച്ഛൻ പതുക്കെ കണ്ണുകൾ തുറന്ന് സ്ക്രീനിലേക്ക് നോക്കി. മീര, മോളെ. വളരെ ക്ഷീണിച്ച ശബ്ദത്തിലാണെങ്കിലും അച്ഛൻ അവളെ വിളിച്ചു. ആ ശബ്ദം കേട്ടതും മീരയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് തകർന്നുപോയി. അവൾ ടാബ്ലറ്റ് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി. അച്ഛാ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? എനിക്കങ്ങോട്ട് വരാൻ പറ്റിയില്ല അച്ഛാ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛൻ പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. ഡോക്ടർമാർ പറഞ്ഞു ഒരു വലിയ പുണ്യവാൻ കാരണമാണ് എനിക്ക് ഈ പുനർജന്മം കിട്ടിയതെന്ന്. ആ സാർ വലിയൊരു തുക തന്ന് സഹായിച്ചതുകൊണ്ടാണ് എന്റെ ഓപ്പറേഷൻ നടന്നതെന്ന് ആശുപത്രിയിലുള്ളവർ പറഞ്ഞു. നീ എവിടെയാണ് മോളെ? നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ അല്ലേ? അച്ഛന്റെ ആ ചോദ്യം കേട്ടപ്പോൾ മീര ഒരു നിമിഷം വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ യാതൊരു വികാരവുമില്ലാതെ ചുമരിലെ പെയിന്റിങ്ങിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ ജീവിതം പണയം വെച്ചാണ് ഈ പണം വാങ്ങിയതെന്ന് അച്ഛനറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം തകരുമെന്ന് മീരയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ആ സത്യം മറച്ചുവെച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല അച്ഛാ. അച്ഛനെ സഹായിച്ച സാറിന്റെ കമ്പനിയിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അതിന്റെ തിരക്കുകളിലാണ് ഞാൻ.
അച്ഛൻ വേഗം സുഖം പ്രാപിച്ചു വരണം. വിറച്ച ശബ്ദത്തോടെ അവൾ കള്ളം പറഞ്ഞു. അച്ഛൻ സന്തോഷത്തോടെ തലയാട്ടി. ആനന്ദ് കോൾ കട്ട് ചെയ്തതോടെ സ്ക്രീൻ ഇരുണ്ടു. മീര മേശപ്പുറത്തിരുന്ന ഗ്ലാസിൽ നിന്നും അല്പം വെള്ളമെടുത്തു കുടിച്ചു. അവൾ കരയുന്നത് കണ്ടിട്ടും വിക്രം അവളെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. നിന്റെ അച്ഛൻ സുഖം പ്രാപിക്കുന്നുണ്ട്. ഇനി നീ നിന്റെ വിഷമം കാരണം ഈ വീട്ടിന്റെ അന്തരീക്ഷം മോശമാക്കരുത്. നാളെ വൈകുന്നേരം സിംഗാനിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു വലിയ ലേലം നടക്കുന്നുണ്ട്. ഡൽഹിയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ അതിൽ പങ്കെടുക്കും. എന്റെ ഭാര്യ എന്ന നിലയിൽ നീ ആ ചടങ്ങിൽ എന്റെ കൂടെ ഉണ്ടാകണം. നിനക്കുള്ള വസ്ത്രങ്ങൾ ശാരദ ഇന്ന് വൈകുന്നേരം എത്തിക്കും. വിക്രം തന്റെ പതിവ് ശൈലിയിൽ ഓർമ്മിപ്പിച്ചു. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ചടങ്ങ് നടക്കുന്ന വലിയ ഹാളിലേക്ക് അവരെത്തിച്ചേർന്നു. വില കൂടിയ പെയിന്റിങ്ങുകളും പുരാതന വസ്തുക്കളും ലേലം ചെയ്യുന്ന വലിയൊരു വേദിയായിരുന്നു അത്. മീര ഒരു വെളുത്ത സിൽക്ക് സാരിയാണ് ധരിച്ചിരുന്നത്. ആ വലിയ സദസ്സിനു മുന്നിൽ വിക്രം മീരയുടെ കൈകളിൽ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. അവിടെയുണ്ടായിരുന്ന പ്രമുഖരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ലേലത്തിൽ വിക്രം ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു പുരാതന കൃഷ്ണ വിഗ്രഹം മീരയുടെ പേരിൽ ലേലം വിളിച്ചെടുത്തു. മാധ്യമങ്ങൾ അതും വലിയ വാർത്തയാക്കി മാറ്റി. ഭാര്യയോടുള്ള സ്നേഹസൂചകമായി കോടികളുടെ വിഗ്രഹം വാങ്ങി വിക്രം സിംഗാനിയ. എന്നാൽ ആ ചടങ്ങിനിടയിൽ മീര ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമാണ്. ബിസിനസ് ലോകത്ത് വിക്രമിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. ലേലഹാളിൽ ഇരുന്നിരുന്ന പ്രമുഖ ബിസിനസ്സുകാരനായ ശർമ്മ വിക്രമിനെ നോക്കുന്ന നോട്ടത്തിൽ വലിയൊരു പകയുണ്ടായിരുന്നു. വിക്രമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ സിംഗാനിയ ഗ്രൂപ്പിനെ തകർക്കാൻ എന്തോ വലിയ കെണിയൊരുക്കുന്നുണ്ടെന്ന് അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ നിന്നും മീരയ്ക്ക് മനസ്സിലായി. രാത്രി ചടങ്ങുകൾ കഴിഞ്ഞ് കാറിൽ തിരികെ വരുമ്പോൾ മീര വല്ലാതെ നിശബ്ദയായിരുന്നു. കാറിലെ ഇരുട്ടിൽ വിക്രമിന്റെ മുഖത്തേക്ക് അവൾ പതുക്കെ നോക്കി. എപ്പോഴും ഗൗരവക്കാരനും പണത്തിന് പിന്നാലെ മാത്രം പായുന്ന ഈ മനുഷ്യൻ ഉള്ളിൽ വല്ലാത്തൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്ന് മീരയ്ക്ക് തോന്നി. ചുറ്റും ആയിരക്കണക്കിന് ആളുകളും കാവൽക്കാരുമുണ്ടെങ്കിലും വിക്രമിന് സ്വന്തമെന്ന് പറയാൻ ആരും ഈ നഗരത്തിലില്ലായിരുന്നു. സ്നേഹവും വികാരങ്ങളും ബിസിനസ്സിൽ തടസ്സമാണെന്ന് പറയുന്ന അയാൾ യഥാർത്ഥത്തിൽ സ്വന്തം ഭയങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് മീര തിരിച്ചറിഞ്ഞു. വില്ലയിൽ തിരിച്ചെത്തിയപ്പോൾ വിക്രം തന്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങി. മീര പതുക്കെ പറഞ്ഞു, സാർ, ഒരു കാര്യം പറയാനുണ്ട്. വിക്രം തിരിഞ്ഞു നിന്നു. എന്താണ്? ലേലഹാളിൽ വെച്ച് ശർമ്മയും കൂട്ടയും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ ബിസിനസ്സിൽ നിങ്ങളെ തകർക്കാൻ എന്തോ വലിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. മീരയുടെ വാക്കുകളിൽ കള്ളമില്ലാത്ത ഒരു കരുതലുണ്ടായിരുന്നു. വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി. തനിക്കുവേണ്ടി ആരും ഇതുവരെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എപ്പോഴും ലാഭനഷ്ടങ്ങൾ മാത്രം നോക്കുന്ന തന്റെ ജീവിതത്തിലേക്ക് ഒരു സ്വാർത്ഥതയുമില്ലാതെ ഈ പെൺകുട്ടി നൽകിയ കരുതൽ അയാളുടെ ഉള്ളിൽ ചെറിയൊരു ചലനമുണ്ടാക്കി. എങ്കിലും തന്റെ അഹങ്കാരം പുറത്തു കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എന്നെ തകർക്കാൻ അവരൊന്നും വളർന്നിട്ടില്ല മീര. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അയാൾ തന്റെ മുറിയിലേക്ക് നടന്നുപോയി. എങ്കിലും മീര പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിൽ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരുന്നു. മുകളിലെ മുറിയിലെ ജനാലയ്ക്കരികിൽ വന്ന് നിന്ന മീര പുറത്തെ മരങ്ങളിലേക്ക് നോക്കി. താൻ ഈ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും വിക്രം സിംഗാനിയ എന്ന കല്ലുപോലെയുള്ള മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. 6 മാസത്തെ ഈ കരാർ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തോടെ അവൾ ആ രാത്രിയിലും ഉറക്കമില്ലാതെ പ്രാർത്ഥനയോടെ ഇരുന്നു.